ജനാധിപത്യത്തിന്റെ നെടുംതൂണുകളെയും രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവാക്കളെയും തലിച്ചതയ്ക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇന്ന് ഈ രാജ്യം ഒരൊറ്റ ശബ്ദമായി പോരാടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ തങ്ങളുടെ ഭാവിക്ക് വേണ്ടിയും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയും സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് അഴിച്ചുവിട്ടത് ലാത്തിചാർജല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെയുള്ള നഗ്നമായ കടന്നാക്രമണമാണ്. ചോദ്യപേപ്പർ ചോർച്ച കാരണം ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളും അധ്വാനവുമാണ് തെരുവിൽ ചവിട്ടി മെതിക്കപ്പെട്ടത്. എന്നാൽ ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ നിഴൽരൂപമായ പോലീസ് ക്രൂരമായ ലാത്തിചാർജ് അഴിച്ചുവിട്ടു. കഷ്ടപ്പെട്ട് പഠിച്ച് ഭാവി സ്വന്തമാക്കാൻ ഇറങ്ങിത്തിരിച്ച രാജ്യത്തെ യുവത്വത്തെ ലാത്തി കൊണ്ടും ബൂട്ടുകൊണ്ടും നേരിടുന്നതാണോ ഈ സർക്കാരിന്റെ വികസന മാതൃക? ലോക്സഭയിൽ പ്രതീകാത്മകമായി ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് ലഭിച്ചത് വഞ്ചന മാത്രമാണ്. പ്രതിപക്ഷ നേതാക്കൾക്ക് കൊടുത്ത വാക്ക് പോലും പാലിക്കാതെ സഭയിൽ വരാതെ മാറി നിന്ന സ്പീക്കറിന്റെ നിലപാട് ജനാധിപത്യത്തോടുള്ള തുറന്ന വെല്ലുവിളിയാണ്. പ്രധാനമന്ത്രിയുടെ ഈ വിഷയത്തിലുള്ള നിശബ്ദത കേവലം ഒരു മൗനമല്ല, അത് ജനങ്ങളെയും യുവാക്കളെയും അവഗണിക്കുന്ന തികഞ്ഞ അഹങ്കാരത്തിന്റെ അടയാളമാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണമായവരെ തടങ്കലിലിടുമെന്ന് മോദി പറയുമ്പോഴും എല്ലാത്തിനും കാരണക്കാരനായ കേന്ദ്രമന്ത്രി സേഫ് ആണെന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭീകരതയിൽ എത്തിക്കുന്നത്. ജനങ്ങളുടെ വികാരങ്ങളെക്കാൾ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിന് നാളത്തെ ഇന്ത്യയിൽ സ്ഥാനമില്ല. എന്നാൽ ഈ കള്ളക്കളികൾ ഇനി നടപ്പില്ല. അടിച്ചമർത്താൻ നോക്കും തോറും ആഞ്ഞടിക്കുന്നതാണ് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷവും യുവജനങ്ങളും. ഇടതുപക്ഷ എംപിമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഉറച്ച ശബ്ദങ്ങൾ ഇന്ന് തെരുവിലും പാർലമെന്റിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അണിനിരുന്നു കഴിഞ്ഞു. കേന്ദ്ര ഭരണകൂടത്തിന് ഇപ്പോൾ ഞങ്ങൾക്ക് നൽകാനുള്ള ഒരേ ഒരു മുന്നറിയിപ്പ് ഇതാണ്: നാളെ രാവിലെ 11 മണിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാർ രാഷ്ട്രപതി ഭവനിലേക്ക് സംഘടിപ്പിക്കുന്ന മാർച്ച് വെറുമൊരു പ്രതിഷേധമല്ല, അത് നിങ്ങളുടെ ഏകാധിപത്യത്തിനും സർക്കാരിന്റെ അനീതിക്കുമെതിരെയുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ വിപ്ലവ ആഹ്വാനമാണ്. തെരുവിൽ ചോരവാർന്ന വിദ്യാർത്ഥികളുടെ കണ്ണീരിന് നാളെ രാഷ്ട്രപതി ഭവന്റെ മതിലുകളെ പോലും പിടിച്ചുകുലക്കുന്ന വലിയൊരു മറുപടി നൽകപ്പെടുക തന്നെ ചെയ്യും. ജനശക്തിക്ക് മുന്നിൽ നിങ്ങളുടെ ഏകാധിപത്യം തകർന്നടിയുക തന്നെ ചെയ്യും.